ഹലോ, നമ്മളിന്ന് വേറൊരു സെറ്റപ്പിലാണെന്ന് റിവ്യൂ എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സർക്കീത്ത് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നല്ലൊരു സിനിമ, നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റെ നല്ലൊരു സിനിമയായിരുന്നു. ഈ സിനിമയെ പറ്റി പറയുമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയുന്നത് ഒറ്റ പേരാണ്, ആഷിഫ് അലി. ആഷിഫ് അലി ഏറ്റവും ഡിസേർവ് ചെയ്തൊരു മൂവി ആയിരുന്നു ഇതെന്ന് ഞാൻ പറയും. ശരിക്കും മുമ്പിറങ്ങിയ സിനിമകൾ നമുക്കറിയാം, ത്രില്ലർ സിനിമകൾ, കിഷ്കിന്ദ കാണ്ഡം, രേഖാചിത്രം, തലവൻ, ഇതൊക്കെ നമുക്കറിയാം. നല്ലൊരു ത്രില്ലർ അടിപ്പിച്ച സിനിമകളാണ് അത്. അതിനുശേഷം വരുന്നൊരു ഫീൽ ഗുഡ് എൻ്റർടൈനറായിട്ടാണ് ആഷിഫ് അലി വന്നത്. നല്ലൊരു സിനിമയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതിനകത്ത് എന്നെ ഏറ്റവും എടുത്തു പറയുന്നത് ആഷിഫ് അലിയുടെ പെർഫോമൻസ്. ഇത് അഭിനയിക്കുമായിരുന്നില്ല, ജീവിക്കുമായിരുന്നു. അങ്ങനെയാണ് പറയണം. ഓരോ സീൻ വരുമ്പോഴും ചിലപ്പോൾ കണ്ണിങ്ങനെ നിറയുന്നുണ്ടായിരുന്നു പെർഫോമൻസ് കാണുമ്പോൾ. അത്രയ്ക്ക് നല്ല അഭിനയമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഡിസേർവ് ചെയ്തൊരു മൂവിയായിരുന്നു ആഷിഫ് അലി ഒരു സിനിമ, സർക്കീത്ത് എന്ന് പറഞ്ഞ മൂവി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത ആ പയ്യൻ്റെ ക്യാരക്ടർ ചെയ്ത നല്ലൊരു ക്യാരക്ടറായിരുന്നു. അവർ തമ്മിലൊരു ബോണ്ട്, ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ തന്നെ കണക്ട് ആയിട്ടുണ്ട്. ഈ പ്രതി നല്ലൊരു രീതി. നമുക്ക് പണ്ടത്തെ 90s പല ഇതുപോലത്തെ സിനിമകളൊക്കെ, ജയറാമേത്തൻ്റെ ഒക്കെ പണ്ട സിനിമകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ആ സിനിമകളൊക്കെ കാണുന്നൊരു ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പിന്നെ ഡയറക്ഷനും നല്ലതായിരുന്നു. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവാസിയുടെ ഒരു ലൈഫ്. അപ്പോൾ അതിൽ പെട്ടെന്ന് കയറുന്ന ഒരു ഇൻസിഡൻറ്റുമാണ് ഇത് പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമ നല്ലൊരു കിടിലൻ പടമായിരുന്നു. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. എടുത്ത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ ക്ലൈമാക്സ് തീരുന്ന സമയത്ത്, ഈ സിനിമയിലല്ല, ഇപ്പോൾ ആഷിഫ് അലിയുടെ ഏത് ഫീൽ ഗുഡ് സിനിമ എടുത്ത് നോക്കിയാലും ആഷിഫ് അലി ഒരു സ്മൈൽ നമുക്ക് കാണാൻ പറ്റും. ആ സ്മൈൽ ഈ സിനിമയിലും ക്ലൈമാക്സ് തീരുന്ന സമയത്ത് ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ട് ആഷിഫ് അലിയുടെ. അതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഏറ്റവും പോസിറ്റീവായിട്ടൊരു അവസാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിരുന്നത്. നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ് ഈ സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.